പിന്നെ നിന്റെ സ്വർണ്ണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ, അതായത് 2.5 ലക്ഷത്തിനുള്ള സ്വർണ്ണം എൻ്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പം അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുകളായിരിക്കും, നോ പ്രോബ്ലം, കംപ്ലീറ്റ്ലി ഓക്കെ. അതിനുള്ള 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിന്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ പ്രോബ്ലംസ് ഒന്നും അവസാനിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഐപ്പ് വള്ളിക്കാടന്റെ ഒരു വീഡിയോ വന്നതിന് ശേഷം പ്രശ്നേഷ് വീണ്ടും വീഡിയോസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്രശ്നേഷ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്നൊന്നും അറിയില്ല, എന്തെങ്കിലും ആവട്ടെ. ഇനി അകത്ത് പോകണമെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം, കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെപ്പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. അവനവൻ്റെ കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെപ്പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കിയെടുക്കും. പറഞ്ഞിട്ടൊന്നും തീരുന്നില്ല കേട്ടോ. തൻ്റെ പെങ്ങളെ അമ്മയും അപമാനിച്ചിട്ടൊന്നും മനസ്സ് വരുന്നില്ല. ഇവിടെയും ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ, അതായത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പ്രശ്നേഷ് അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒറ്റയ്ക്കാണ് വന്നിരുന്നത്, ഭാര്യയാണെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്നത്. എന്തായാലും പ്രശ്നേഷ് ഒറ്റയ്ക്കാണ്. എന്തായാലും പ്രശ്നേഷ് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. മറ്റേ വളിക്കാടനാണ് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് എൻ്റെ അനീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ സ്വർണ്ണത്തിലോട്ട് എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുള്ളൂ, അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എന്ന്. എടി നിന്റെ സ്വർണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചെലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനിടുന്ന പൈസയ്ക്കകത്തുനിന്ന് ചെലവ് നോക്കിയിട്ട് എൻ്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കാനാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു. അല്ലാതെ നീ പറയുന്ന മറ്റേ ഗോൾഡിന്റെ മൂഞ്ചലുണ്ടല്ലോ, അത് ആരാണോ ചെയ്തിട്ടുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിന്റെ സ്വർണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ, അതായത് 2.5 ലക്ഷത്തിനുള്ള സ്വർണം എൻ്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുകളായിരിക്കും, നോ പ്രോബ്ലം, കംപ്ലീറ്റ്ലി ഓക്കെ. പ്രശ്നേഷിന്റെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നും, പ്രശ്നേഷ് ആയതുകൊണ്ട് തെറ്റാണെന്ന് സോഷ്യൽ മീഡിയ ഫുൾ ഒന്നടങ്കം പ്രശ്നേഷിനെതിരെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ പ്രശ്നേഷിനെ അനുകൂലിച്ച് പറയുമെന്നുള്ളത്, പക്ഷേ പ്രശ്നേഷിന്റെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നു എങ്കിൽ, പക്ഷേ ഇതിങ്ങനെ അല്ലായിരുന്നു എന്താ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തൻ്റെ പെങ്ങളെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുത്തിട്ട്, അതുകൊണ്ട് എൻ്റെ പെങ്ങൾ അങ്ങനെയാണ്, എൻ്റെ പെങ്ങൾ അവിടെ 5-6 ആണുങ്ങളായിട്ട് റിലേഷനുണ്ട്, ഇവിടെ 5-6 ആണുങ്ങളായിട്ട് റിലേഷനുണ്ട്, ഈ റിലേഷനൊന്നും അറിഞ്ഞുകൂടാന്നാണ് അവൾ അവരടുത്ത് പറഞ്ഞിരിക്കുന്നത്, അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും പറയാതെ, തൻ്റെ പെങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പെങ്ങളും ഫാമിലിയായിട്ട് ഇടപെട്ട് അവളുടെ സ്വഭാവം ക്യാരക്ടർ നേരെയാക്കണമായിരുന്നു. പിന്നെ ഗൾഫിലേക്ക് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേണം. അപ്പോൾ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, എന്താ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നാവും, നമ്മുടെ ഫാമിലി രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നതിന് പകരം അച്ഛൻ പെങ്ങൾക്ക് കൊടുത്ത സ്വർണ്ണത്തിൽ കണ്ണ് വെച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്തത് മോശമായിപ്പോയി. എന്തായാലും പ്രശ്നേഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. അതിനുള്ള 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിന്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഒപ്പിട്ടെന്നുള്ളതും ഒക്കെ എൻ്റെ തെളിവുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു കോപ്പും അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുനിന്ന് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പും ഒന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എനിക്ക് ഒന്ന് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് ചുമ്മാ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചിലവാക്കിക്കാഞ്ഞതും എൻ്റെ ഒരു ആണത്തം കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിനുള്ള എക്സാമ്പിളാണ് ഇത്രയും കാലം പണിയെടുത്തത്. അമ്മച്ചി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നീ പണിക്ക് അന്ന് കക്കൂസ് കഴുകിയും പറമ്പിൽ പണിയെടുത്തും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ് അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ആരോ പറഞ്ഞാണ്, ഇത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് അറിയില്ല, അമ്മ പറഞ്ഞെന്ന്, ഇപ്പം മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയില്ലേ, അച്ഛനിട്ടേക്കുന്ന പൈസ, അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അത് ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുള്ളതാണോന്ന്. ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട്, അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഉഴച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെത് വരെ മേടിച്ച് അമ്മയുടെ പേര് പ്രശ്നേഷ് പറയുന്നത് ഈ ഒരു കാര്യത്തോടാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം യോജിക്കുന്നത്. അതായത് മൂത്ത മകനായതുകൊണ്ട് പ്രശ്നേഷ് കുടുംബം നോക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്.
അതായത് അമ്മയും പെങ്ങളെ അച്ഛൻ ഉപേക്ഷിച്ച് അമ്മയും പെങ്ങളെയും പ്രശ്നേഷ് നോക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കിയതിൻ്റെ കണക്ക് പറയുന്നത് ഭയങ്കര ഒരു വൃത്തിയുടെ പരിപാടിയായിപ്പോയി. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മകനുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛനില്ല, അച്ഛൻ മരിച്ചു പോയാലും അച്ഛൻ ജീവിച്ചിരിക്കുന്ന അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഇപ്പം മദ്യപാനി അച്ഛന്മാരൊക്കെ ഉള്ള വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം 3-4 പെൺകുട്ടികളെ പോലും വിവാഹം കഴിച്ച് അയക്കുന്നത് പോലും ആ സഹോദരനായിരിക്കും. അതിന് കണക്ക് പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷെ ഇങ്ങനൊന്നും അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്ന അമ്മ പ്രശ്നേഷ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നെങ്കിൽ, പ്രശ്നേഷ് ഇതിന് മുമ്പ് വീട്ടിൽ ഫാമിലി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നെങ്കിൽ ഈ പേയ്മെന്റിന് വേണ്ടിയിട്ട് ഈ സ്വർണ്ണം അമ്മ തരുമായിരുന്നു. പക്ഷേ ഇപ്പൊ അമ്മ തന്നു, അത് വിറ്റ് ഒരു 2 ലക്ഷം രൂപ കിട്ടിയെന്നൊക്കെയാണ് ഇപ്പോഴത്തെ അറിവ്. ഇപ്പൊ പ്രശ്നേഷിനെതിരെ അമ്മയും പെങ്ങളും കേസ് കൊടുത്തേക്കുവാണ്. ഇപ്പോഴും പ്രശ്നേഷ് വെല്ലുവിളിക്കുകയാണ്, എന്താ എന്നെ പോലീസ് പിടിക്കാത്ത എന്താണ്, എന്നെ പോലീസ് പിടിക്കാത്ത എന്താണെന്നാണ് പ്രശ്നേഷ് പറയുന്നത്. ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് പ്രശ്നേഷ് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ഒരു അമ്മയും ഒരു സഹോദരിയുമാണ്. എത്ര ആയാലും നിങ്ങൾ നിങ്ങളുടെ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന കൂടപ്പിറപ്പാണ്. ഒരിക്കലും തള്ളി പറയുകയല്ലായിരുന്നു വേണ്ടത്, കൂടെ നിർത്തുകയായിരുന്നു വേണ്ടത്. ഇപ്പം പുറത്തുനിന്ന് വന്നൊരു പെണ്ണ്, അതായത് ഇപ്പം ഭാര്യ വന്നു, ഓക്കെ ഇപ്പം എന്ത് തെറ്റ് വന്നാലും ഭാര്യമാരുടെ തലയിൽ വരും, അത് വേറെ സത്യം. ഇതിപ്പോൾ അങ്ങനെയല്ല, ഭാര്യ വന്നിട്ട് ഇപ്പോൾ പെങ്ങളെ അമ്മയെ കുറ്റം പറയുകയാണെങ്കിൽ ഓക്കെ, അത് വേറൊരു വീട്ടിലെയാണ്, അതവർക്ക് അറിയത്തില്ല, നമ്മുടെ ബോണ്ടിങ് അറിയത്തില്ല, പ്രശ്നങ്ങളുണ്ടാവും, അത് സർവ്വസാധാരണ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. സ്വന്തം അമ്മയും പെങ്ങളെ കുറിച്ച് പ്രശ്നേഷാണ് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. കളിക്കാരനോട് ചോദിക്കാൻ 2 ചോദ്യമേ ഉള്ളൂ. ഒന്ന്, ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചത് 4000 രൂപയുടെ, ബാക്കി 26,000 ചിലവാൻ രൂപയുടെയും 8,000 രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല? ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു? ഞാൻ എൻ്റെ അനിയത്തിക്ക് പൈസ അത് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീ അത് കാണിച്ചത്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തുകൊണ്ട് എൻ്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ അനിയത്തിലേക്ക് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് ഇട്ടു? ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ല അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും, എനിക്കെതിരെയുള്ള വീഡിയോ അല്ല, പ്രശ്നത്തിനെതിരെയുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്നെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറച്ചിലുകൾ നീ കാണിച്ചു? നമ്മൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് സത്യങ്ങൾ പറഞ്ഞ് അയ്യോ ഞാൻ പറഞ്ഞില്ല സത്യമാണ്, അയ്യോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, സത്യമാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കില്ല. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രശ്നേഷ് വന്നിട്ട് ഫാമിലിയിലെ ഇഷ്യൂസ് ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ റീച്ചിന് വേണ്ടി തന്നെയാണ് കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പോൾ അതായത് ഫാമിലി വ്ളോഗേഴ്സ് കൊണ്ടുവന്ന് ഫാമിലിയുടെ ഇഷ്യൂസ് ഇങ്ങനെ ഓരോ ചാനലുകളുടെ പേര് പറഞ്ഞില്ല, അവരുടെ ഫാമിലിയുടെ ഇഷ്യൂസ് പുറത്ത് കൊണ്ടുവന്ന് ഒരുപാട് റീച്ച് ഉണ്ടാക്കുന്ന പ്രശ്നേഷ് കണ്ടു. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നത്തിനടുത്ത് പ്രശ്നേഷ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അപ്പം കുറച്ചും കൂടെ എരിയും പുളിയും മസാലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, പെങ്ങളെ അങ്ങ് വലിച്ചു കഴിച്ചത്. പെങ്ങളുടെ ക്യാരക്ടർ കൊള്ളില്ല, പെങ്ങൾ അങ്ങനെയാണ്, പെങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. പക്ഷെ അവിടെയാണ് പ്രശ്നേഷിന് പ്രോബ്ലം വന്നത് കേട്ടോ. അല്ലാതെ ഫാമിലി ഇഷ്യൂസ്, സത്യം പറഞ്ഞാൽ ഈ ഫാമിലി ഇഷ്യൂ വെച്ച് റീച്ച് ഉണ്ടാക്കി കാറ് വാങ്ങി വീട് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ്. പക്ഷെ അവർ സമൂഹത്തിന് മുമ്പിൽ എന്തുമാത്രം അപമാനിക്കപ്പെടുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എന്തായാലും പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫർദറായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ പോയി കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.